ജനനമുണ്ടെങ്കിൽ മരണവും സുനിശ്ചിതമാണ്. നല്ല ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മരണവും മിക്കവരും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വലുതായ ശാരീരിക മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായ സുഖമായ ഒരു മരണമാണ് മിക്കവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ സുഖകരമായ ഒരു മരണം പലർക്കും ലഭിക്കുന്നില്ല. അതായത് മരണത്തോട് മല്ലിട്ടാണ് പലരും മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അപ്പോൾ സുഖകരമായ മരണം എങ്ങനെ സാധ്യമാവും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. മരണം വാർദ്ധക്യത്തിന്റെ അവസാനം മാത്രമല്ല, ചെറുപ്പക്കാർക്കും മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ മരണത്തെപ്പറ്റി എല്ലാവരും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ സൂചിപ്പിച്ചു, മരണത്തോട് മല്ലിട്ടാണ് മിക്കവരും മരിക്കുന്നത് എന്ന്. പലർക്കും അതൊരു അതിശയം തോന്നാം, എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് എന്ന്. ശരിക്കും ശരിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രോഗികളെ പോലും നമ്മൾ വെന്റിലേറ്ററിൽ കിടത്തി, അതായത് ബന്ധുമിത്രാദികളെ കാണാൻ സൗകര്യമില്ലാതെ ശീതീകരിച്ച മുറിയിൽ തങ്ങളുടെ ശരീരത്തിലെ എല്ലാ ദ്വാരങ്ങളിൽ കൂടിയും എന്തെങ്കിലും ട്യൂബുകൾ കടത്തി വളരെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായി അവശത അനുഭവിക്കുന്ന ധാരാളം രോഗികൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. വെന്റിലേറ്റർ എന്ന യന്ത്ര സംവിധാനം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത രോഗികളെ പോലും നമ്മൾ അതിൽ കിടത്തി, ചിലപ്പോൾ മാസങ്ങളോളം അതിൽ കിടത്തി ശാരീരികമായും മാനസികമായും അവശത അനുഭവിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ വെന്റിലേറ്റർ സൗകര്യം പോലെ തന്നെ മറ്റൊരു യന്ത്ര സംവിധാനമുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചിലരൊക്കെ. അതിനെ എക്മോ എന്നാണ് പറയുന്നത്. അതായത് ECMO, എക്മോ എന്നാണ് പറയുന്നത്. അതായത് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ. അത് മറ്റൊരു യന്ത്ര സംവിധാനമാണ്. അതായത് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസത്തിന്റെ പ്രവർത്തനം മാത്രമാണ് ആ മെഷീൻ ഏറ്റെടുക്കുന്നത്. അതായത് യന്ത്രത്തിന്റെ സഹായത്തോടു കൂടി നമ്മൾ ശ്വസന പ്രക്രിയ നടത്തുന്ന ഒന്നാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനവും നമ്മുടെ ശരീരത്തിന് വെളിയിലുള്ള ഒരു മെഷീൻ ഏറ്റെടുക്കുകയാണ്. ശരീരത്തിന് വെളിയിലാണ് രക്തത്തിലെ ഓക്സിജനേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ രക്തത്തിലെ കാർബൺ ഡയോക്സൈഡ് നീക്കുന്നതും ശരീരത്തിന് പുറത്താണ്. അങ്ങനെയുള്ള രക്തത്തെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ ഹാർട്ടിന്റെ പ്രവർത്തനവും ലങ്ങിന്റെ പ്രവർത്തനവും ഒരു പുറത്തുള്ള മെഷീൻ ഏറ്റെടുക്കുന്നതിനെയാണ് എക്മോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെന്റിലേറ്ററിൽ ചിലപ്പോൾ രോഗികളെ കൂടുതൽ സമയം കടത്തുന്നു. ഈ എക്മോ എന്ന മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ പലപ്പോഴും ജീവൻ നിലനിർത്തുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഈ കോവിഡ് കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം യൂറോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചു. അധികം പ്രായമില്ലായിരുന്നു, 40 വയസ്സ് പ്രായമേ ഉള്ളൂ. വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം കോവിഡ് ബാധിച്ച് അദ്ദേഹത്തിന്റെ ഓർഗൻസ് എല്ലാം ഫെയിലിയറായി. അദ്ദേഹത്തെ 4 മാസമാണ് എക്മോ എന്ന മെഷീന്റെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തിയത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 2 യന്ത്ര സംവിധാനങ്ങളും സാധാരണഗതിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളതാണെങ്കിലും പലപ്പോഴും അത് ആശുപത്രികൾക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ട് പലരും അതിനെ കരുതുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് അവരുടെ മരണം എങ്ങനെയാകണം എന്ന് നേരത്തെ തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ പോലെ മരിക്കാനും അവകാശമുണ്ട്. അത് എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനും നമുക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനെ ലിവിങ് വിൽ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആയുസിന്റെ വിൽപത്രം എന്ന് വേണമെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്, അവരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് അങ്ങനെ ഒരു വില്ല് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അത് നിയമമായിട്ടുണ്ട്. പക്ഷേ അത് പരിപൂർണമായി നമ്മുടെ നാട്ടിൽ ഇന്നും അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെ മരിക്കണം എന്നത് നമുക്ക് അതിനകത്ത് എഴുതി വെക്കാൻ പറ്റും. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, പ്രായമായ ഒരാൾ നമ്മുടെ വീട്ടിൽ മരിക്കുമ്പോൾ ആ മരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം എടുക്കുന്നതിൽ അല്പം വ്യത്യാസം വരും. ഗ്യാസ്പിംഗ് റെസ്പിറേഷൻ എന്നാണ് ഡോക്ടർമാർ അതിനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ശ്വാസത്തിന്റെ ആ പ്രശ്നം കാണുമ്പോൾ തന്നെ വീട്ടിലുള്ള ബന്ധുക്കൾക്കൊക്കെ മരിക്കാൻ തുടങ്ങുകയാണ് എന്ന് അറിയാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്പം വെള്ളം കൊടുക്കുക, നോക്കിയിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ നമ്മുടെ ലിവിങ് വില്ല് നമ്മൾ പ്രായോഗികമായിട്ട് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ നമ്മുടെ മരണത്തെ വലിയ പീഡനങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ ശാരീരികവും മാനസികവുമായ അവശതകൾ അനുഭവിക്കാതെ മരണത്തെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ അതിന് ചില പ്രൊസീഡിയറൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ടും അതിൻ്റെ അപേക്ഷ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് എഴുതണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം നമുക്ക് നേടാം. അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കുക. ബന്ധുമിത്രാദികളെ 3 പേരെ നമുക്ക് അതിനകത്ത് നാമനിർദ്ദേശം ചെയ്യാം, അത് പ്രായോഗികമാക്കാൻ. പിന്നെ ഒരു ഡോക്ടർ മാത്രം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആശുപത്രി ഒരു മെഡിക്കൽ ബോർഡിനെ നിയമിക്കും. ചികിത്സിക്കുന്ന ഡോക്ടറെ കൂടാതെ മറ്റ് 2 ഡോക്ടർമാരും കൂടി അതിനകത്ത് വേണം. ഇതുകൂടാതെ മരിക്കുന്ന സമയത്തിന് മുമ്പ് DMOയുടെ അല്ലെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ മറ്റ് 2 ഡോക്ടർമാരെ കൂടെ ഉൾപ്പെടുത്തി മറ്റൊരു മെഡിക്കൽ ബോർഡും അതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുടർ ചികിത്സ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് മരിക്കുകയുണ്ടായി. അദ്ദേഹം ഡോക്ടറായിരുന്നു. വെന്റിലേഷനിൽ കടന്നുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അറിയാം, ഡോക്ടർ ആയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ശ്വാസകോശത്തെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖം വന്നു. അദ്ദേഹം അന്നേരം ബന്ധുക്കളോട് പറഞ്ഞു, എന്നെ വെന്റിലേറ്ററിൽ കടത്തരുത്, ഞാൻ മരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ അങ്ങ് മരിച്ചുകൊള്ളാം. അദ്ദേഹത്തെ അതുപോലെ തന്നെയാണ് ചികിത്സിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വെന്റിലേറ്ററിൽ കടത്തിയില്ല. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്കും നമുക്കത് പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആ ലിവിങ് വില്ല് നമ്മൾ എഴുതി തയ്യാറാക്കുക. അത് മരിക്കുന്ന സമയത്ത് അതിനകത്ത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു അവസരം നമുക്കുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് പ്രായോഗികമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ മരണത്തെ നമുക്ക് വിജയകരമായി സ്വീകരിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ഡൈയിങ് ഗ്രേസ്ഫുള്ളി എന്നുള്ളതാണ്. അപ്പോൾ അതായത് സുഖമരണം, സുഖകരമായ ഒരു ജീവിതം പോലെ തന്നെ സുഖകരമായ ഒരു മരണവും ഇന്ന് നമ്മുടെ അവകാശമാണ്, നമ്മുടെ ആവശ്യമാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.